എന്റെ സഹോദരനെ ലേഖനം. എന്റെ സഹോദരരെ, മനുഷ്യരെ പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ വിധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മനുഷ്യരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മനുഷ്യർക്കും കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാക്കേണ്ട ശബ്ദത്തോടും ദൈവത്തിന്റെ ഗമനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി നിശ്ചയായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ വിജയത്തിനായി അവരോടുകൂടെ നേട്ടങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവേ രക്ഷകനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ക്രിസ്മസ് അടുത്ത വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കാൻ പോകുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സ്വർഗത്തിലെ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ച വിളിക്കപ്പെട്ട നമ്മുടെ ഉന്നയിക്കനായ അന്തരിച്ചതിന്റെ ശരീരത്തിന്റെ ചുറ്റുമാണ് നമ്മളിപ്പോൾ മറ്റുള്ളത്. ായിരുന്നെങ്കിലും ഏതാണ്ട് രണ്ട് മരണത്തെ പുറത്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നീ അന്വേഷിച്ചറിഞ്ഞ് യോർദാനിലെ മുഖവരായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും ദൈവത്തിന്റെ സഹോദരനോടും പ്രിയപ്പെട്ട മറ്റുള്ളവരോടും അതുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടുമുള്ള അനുശോചനം മറ്റുമായി എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ഈ ലോകത്തിലെ വെറും തീർത്ഥാടകർ മാത്രമാണ്. ലോകത്തിലേക്കുള്ള തീർത്ഥാടകർ നമുക്ക് ഈ ലോകത്തിലെ മറ്റൊരു വസതിയില്ല. വളർത്തീർത്ഥാടനത്തിന് മറ്റു പ്രായത്തിന് പ്രായം കൂടി എല്ലാം ആളുകളുള്ള ഈ ലോകത്തിൽ കഴിഞ്ഞു പോകണം, ദൈവത്തെ പ്രാപിക്കുക. നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത് സമൂഹത്തിന് വാചകമെന്ന് ചെയ്യുന്നതായ ലക്ഷ്യത്തെക്കുറിച്ച് സംഗീതത്തിലേക്ക് വാചകം മനുഷ്യജീവൻ പഠിപ്പിക്കുന്നതാണ്. വലിയ പുഷ്പന്മാരെ അറിയുന്നു, ചെറുതാക്കിക്കുമ്പോൾ വാങ്ങിപ്പോകുന്നു, അതിന് പ്രയത്നമായി തീർന്നത്. വാസ്തവത്തില് മനുഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും എത്രയോ ശരിയായ വാചകമാക്കി നിർവഹിച്ചത് എന്ന് മനസ്സിലാകും. ഈ ലോകത്തില് ജീവിക്കുന്ന ഓരോ ശിശുവും ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ നിമിഷവും മരണത്തിലേക്ക് എടുക്കുകയാണ്. മരണത്തിലൂടെ ദൈവത്തെ കാണിക്കുക. സത്യത്തില് ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയാനും അറിഞ്ഞിട്ട് ആ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ ദൈവത്തെ നേടാനും ആ ദൈവത്തിൽ ആനന്ദിക്കാനുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു കലാപത്തിലൂടെ കടന്നുകൊണ്ട് ദൈവത്തെ കാണിക്കേണ്ടവരാണ് നമ്മളെല്ലാം. ഇതിനാർക്കും കഴിയുന്നില്ല. ഈ ലോകത്തിൽ ജനിക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു, ഓരോ
വരുന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ഓരോ നിമിഷം നടക്കുകയാണ്. അപ്പോൾ ഈ ആചരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം 66 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു. ആചരിച്ചറിയാവുന്നത് നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. അദ്ദേഹം ഒരു ജില്ലാനായിട്ടാണ് ഈ സമൂഹത്തിൽ ജീവിച്ചത്. അദ്ദേഹം ജോലിയുടെ ജോലിയുണ്ടായിരുന്ന വ്യക്തി ജോലിയുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തന്റെ പ്രത്യേകമായി ഈ കൽപ്പനയിൽ വന്ന് അദ്ദേഹം താമസിച്ചു. എല്ലാവരും എതിരായി പെരുമാറുന്ന മനുഷ്യൻ, വളരെ സാമ്പത്തികമായി പെരുമാറുന്ന ഒരു വ്യക്തി, എല്ലാവരും സുഹൃത്തുക്കളോട് പെരുമാറുന്ന ഒരു വ്യക്തി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യത്തോടം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നതിന് പറയും. ഞങ്ങൾക്ക് അദ്ദേഹം മരിച്ച ദിവസങ്ങൾക്ക് അദ്ദേഹത്തിന് അന്തിമ കർമ്മങ്ങൾ നൽകുവാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അദ്ദേഹം 3 മാസത്തിലെ പല ദിവസങ്ങളിലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്റെ അന്ത്യത്തെ കണ്ടുകൊണ്ട് ജീവിച്ച ദൈവമായ ലോകത്തിന് വിജയമാണ് വിജയമാണ്. അതുകൊണ്ട് എന്ത് സമയത്തും തന്റെ മരണം തന്റെ സമൂഹത്തിലുള്ള വീട്ടത്തോടുകൂടി ഉറപ്പോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങി ജീവിച്ച ഒരു വ്യക്തിക്കാണ് നമ്മളെന്ന് സംസ്കാര ശുശ്രൂഷയിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത്. പണ്ടുകാലത്ത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വേർപാടെപ്പോഴും ദുഃഖപൂർണ്ണമാണ്. എത്ര കാലം ചെന്ന് പ്രിയപ്പെട്ടവരെ മരിച്ചാലും അത് വേർപാടെല്ലാം ദുഃഖപൂർണ്ണമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹം ജോലിയായ ശേഷത്തിന്റെ പ്രാവശ്യം മറ്റേ അനുഭവങ്ങളിലും ഒക്കെ 2 പ്രാവശ്യം വന്നതിന് വെക്കുന്നതാണ്. അതുപോലെ മറ്റൊരാമ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ഇവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖപൂർണ്ണമാണ് ഈ വേർപാട്. നമുക്ക് ഈ ദുഃഖത്തില് ദൈവത്തിന്റെ വേർപാടില് ദുഃഖമായിരിക്കുന്ന എല്ലാവരുമുള്ള ദുഃഖം എല്ലാ മനുഷ്യരും ഈ പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്ക് കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കണം. വിവാഹയാത്രയിലൊക്കെ എല്ലാവരും പത്രമെന്ന് പറയാതെ നല്ല രീതിയിൽ പാട്ടുകൾ പാടിക്കൊണ്ട് പന്നികളില്ലാതെ പങ്കെടുക്കുക. നമുക്കുള്ള ആഗ്രഹം നമുക്കിലേക്ക് ബഹുമാനം പ്രകടിപ്പിക്കുക. എല്ലാവരും തയ്യാറാകുകയും എല്ലാവരും പ്രശ്നത്തിന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി കാത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദുഃഖം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും കുടുംബത്തിനോടുകൂടെ ആത്മാവും 2 തവണ പ്രാർത്ഥിക്കാം. അനന്തമായ ചിന്താവിനെ സൃഷ്ടിക്കുകയും അനന്തമായിട്ട് രക്ഷിക്കുകയും ചെയ്യുന്ന മനസ്സിലായി ഇത് ഘടനയാണ് ലോകം പ്രവർത്തനമായ ആത്മാവിനെ ദോഷമായി എത്തിക്കുവാൻ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ച ഈ ആത്മാവിന്റെ പ്രാർത്ഥന പറയാൻ ക്ഷണിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായി ആത്മാവിനെ പ്രകാശിക്കുകയും പ്രകാശവാസിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശിപ്പിക്കുവാൻ വേണ്ടി മനസ്സിലായി കഴിയുന്നതിനെ കുറയ്ക്കുകയും അതിനെ ആശിപ്പിക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായി നിന്റെ ദാസന്റെ പാപങ്ങൾ കുറിക്കുകയും അയാളുടെ കുടുംബാംഗരെയും ദാസക്കാരെയും ആശിക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ആകാശത്തിനും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം
ഭീകരമരണത്തിൽ കാലിലേക്കു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സകലമലക്കുന്നു. ഞാൻ നല്ലവണ്ണം നീക്കം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നിങ്ങൾക്ക് നീതി തമ്പുരാനെ അറിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ജളികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ട
ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. ആകെ അല്പനേരം
വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ അരൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി. ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. പാനീയം കൊടുത്തു. വൈദാഹത്താൽ വലയും ദരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ. നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദി മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം. മനുജന്റെ ഗൂഢവികാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു.
ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു. സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ കുമികുലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലവലരും മൃതരുടനിലേക്കും. ഞാൻ ദൈവത്തിലാണ് നിൽക്കും. അഭയൻ പുരുഷൻ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. ഇവന്റെ മരണത്തിന്റെ നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ പൗരമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ആമോദീസാവഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപനാശങ്ങളാൽ എന്റെ ആത്മാവിന് കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വരാജ്യം നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ ശ്രദ്ധിക്കുകയും അന്നവിടേരാക്കുകയും അന്നശേഷം ഉയർത്തിക്കട്ടേരാക്കുകയും ചെയ്ത് ദൈവമാകട്ടെ. ആരെങ്കിലും മുത്താനുണ്ടെങ്കിൽ ഇപ്പം കുട്ടിക്ക് ആ കുരിശാണ് ആ കുരിശാണ് കുരിശാണ്. തിരിച്ചുകൊണ്ട് ആകാശത്തിൽ ശ്രീമകനെല്ലാം
പരിശുദ്ധ കൃപാനിയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവന നിന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, അതിനേക്കാൾ നന്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നീ പൊടിയാകുന്ന പൊടിയിലേക്ക് മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ. നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടെരിക്കുന്നു.
മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ആയിരങ്ങൾ വീണു താഴുന്നു, മർത്യ മാനസങ്ങൾ വെന്തു നീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ശാന്തിയേകുവാൻ ജീവജലവുമായി ഇടയനായ ഞാൻ തേടിവന്നിതാ. എന്റെ ജീവനിൽ പങ്കു ചേർത്തിടാൻ, ആനന്ദം പകർന്നിടാൻ, ആത്മാവിൽ നിറഞ്ഞിടാൻ. കാൽവരി കുന്നിന്മേലൻ ജീവിതം സമർപ്പിച്ചു യാഗമായി ഈ പ്രപഞ്ചമുയർത്തെണീക്കുവാൻ. കാൽവരി കുന്നിന്മേലൻ ജീവിതം സമർപ്പിച്ചു യാഗമായി പ്രപഞ്ചമുയർത്തെണീക്കുവാൻ. മരണവേദന സഹിച്ചു ഞാനിതാ, മഹിമയേകിടും കുരിശിന്മേലിതാ. നിനക്കായി ബലിയേകി നീ അറിയുക. ശാന്തിയേകുവാൻ ജീവജലവുമായി ഇടയനായ ഞാൻ തേടി വന്നിതാ. ഞാൻ തരും ഹൃദ്യമായ ശാന്തിയിൽ നിലനിന്നു നീയെന്നും എൻ പ്രകാശകിരണമാകുവിൻ. ഞാൻ തരും ഹൃദ്യമായ ശാന്തിയിൽ നിലനിന്നു നീയെന്നും എൻ പ്രകാശകിരണമാകുവിൻ. അടഞ്ഞ മനസ്സ്
മനസ്സുകൾ തുറന്നു ഭൂവിതിൽ അകന്ന കണ്ണികൾ ഇണക്കിച്ചേർക്കുവാൻ വിലയായി സ്വയമേകി നീ പോക ശാന്തിയേകുവാൻ ജീവജലവുമാ ഇടയനായ ഞാൻ തേടുന്നിതാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂര തീരങ്ങളെ അവളെ കണ്ടോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി.